ഇന്ന് നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ? പണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്കും ഇപ്പുറം ഒരു നാട്ടിലൊരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നും തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, എനിക്ക് ആവശ്യമായതെല്ലാം തന്നെ നൽകണമേ. അങ്ങനെയിരിക്കെ നാട്ടിൽ വലിയൊരു ദുരിതം വന്നെത്തി. കാലം തെറ്റി വന്ന കാറ്റും കോളും നാടിനെ ആകെ വെള്ളത്തിലാക്കി. അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനായി രക്ഷാപ്രവർത്തകരും ഒന്നു ചേർന്നു. അവർ ദൈവഭക്തനോട് പറഞ്ഞു തോണിയിലേക്ക് കയറാൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോയിക്കോളൂ, ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളുമെന്നാണ്. വെള്ളം വീണ്ടും ഉയരാനായി തുടങ്ങി. ഇപ്പോൾ ദൈവഭക്തന്റെ അടുത്തേക്കായി ഒരു കപ്പൽ തന്നെ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് കയറാനായി പറഞ്ഞു. എന്നാൽ ഇപ്പോഴും അദ്ദേഹം അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. വെള്ളത്തിന്റെ അളവ് കൂടുന്നതായി കണ്ട് ദൈവഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് വലിയൊരു മലയുടെ മുകളിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഹെലികോപ്റ്റർ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് കയറാനായി പറഞ്ഞു. എങ്കിലും ദൈവഭക്തൻ അവരെയും പറഞ്ഞയച്ചു. വെള്ളത്തിന്റെ അളവ് കൂടിയത് കാരണം ദൈവഭക്തൻ അതിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ അടുത്തെത്തിയ ദൈവഭക്തൻ കോപത്തോടെ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇത്രയും ആത്മാർത്ഥതയോടെ നിന്നോട് പ്രാർത്ഥിച്ചെങ്കിലും നീ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാനായി എത്തിയില്ല? ഇത് കേട്ട് ദൈവം പറഞ്ഞു, അല്ലയോ മണ്ട ശിരോമണി, ആദ്യം ഞാൻ നിനക്കായി ഒരു തോണി അയച്ചു, പിന്നെ ഒരു കപ്പൽ അയച്ചു, ഇതൊന്നും പോരാഞ്ഞൊരു വലിയൊരു ഹെലികോപ്റ്റർ തന്നെ അയച്ചു. ഇതിലൊന്നും കയറാതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവഭക്തൻ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അതാ പറഞ്ഞത്, ദൈവം ഓരോ അവസരങ്ങൾ തരും, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ശരി, ബൈ, ടേക്ക് കെയർ, തിങ്ക് പോസിറ്റീവ്ലി.